കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്നമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററിയുടെ സെക്കൻഡ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. In 1892, Madras Governor Lord Menlock sent Frederick Nicholson to Europe for studying the cooperative movement in European countries. ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകരുടെ അവസ്ഥ പരിഹരിക്കണം, അതിന് എന്തൊക്കെയാണ് മാർഗം എന്നറിയണം, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഫെഡറിക് നിക്കോൾസണെ എവിടേക്ക് അയച്ചു? യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയച്ചു. ഇൻ 1982, Madras Governor Lord Wenlock and sent Frederick Nicholson to Europe for studying the cooperative movement in European countries. അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് വെൻലോക്ക്, അദ്ദേഹമാണ് ഫെഡറിക് നിക്കോൾസൺ എന്ന വ്യക്തിയെ എവിടോട്ട് അയച്ചത്? യൂറോപ്പിലേക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ അയച്ചത്. He submitted his report in 2 volumes in 1895 and 1897 with conclusion find Raiffeisen. ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 1895-ലും 1897-ലും 2 വോളിയമായിട്ടാണ്. പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ചില ക്വസ്റ്റ്യനകത്ത് 1897 എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതിനകത്ത് അത്ര ക്വസ്റ്റ്യനകത്ത് 1897 ആൻസർ ആയിട്ട് എഴുതുക. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 1899 എന്നാണ് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ 1899 എന്ന് പറയുന്ന ആൻസർ ഉണ്ടെങ്കിൽ അത് എഴുതുക. എന്തായാലും ഇതുവരെയായിട്ടും പരീക്ഷയ്ക്ക് 1897-ഉം 1899-ഉം കൂടെ ഒന്നിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ആൻസർ എഴുതുക. അദ്ദേഹത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനകത്തുണ്ടായിരുന്നു ഫൈൻഡ് റെയ്ഫിസൺ. അതായത് റെയ്ഫിസനെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ റെയ്ഫിസനെ പിന്തുടരുക എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്തത്. In 1901, the Farming Commission recommended the establishment of rural agriculture banks through the establishment of Mutual Credit Association. 1901 ഒരു ഫാമിംഗ് കമ്മീഷനെ നിയമിച്ചു. അതായത് ഇന്ത്യയിൽ അകാരണമായിട്ടുണ്ടാകുന്ന പട്ടിണിയെപ്പറ്റി, ദാരിദ്ര്യത്തെപ്പറ്റി, ക്ഷാമത്തെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ് 1901 ഫാമിംഗ് കമ്മീഷൻ. അവരുടെ റിപ്പോർട്ടും അന്നേരം തന്നെ വന്നു. എന്താണ്? മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം അതുവഴി റൂറൽ അഗ്രികൾച്ചർ ബാങ്കിന്റെ രൂപീകരിക്കൂ, എങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് പട്ടിണി മാറ്റാനും ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാനും സാധിക്കൂ എന്ന് ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്തു. ആ ഇടയ്ക്ക് തന്നെയാണ് മിസ്റ്റർ എച്ച് ഡ്യൂപ്പർനിക്സ്, അദ്ദേഹം ഒരു ബുക്ക് എഴുതി, പീപ്പിൾസ് ബാങ്ക്സ് ഫോർ നോർത്തേൺ ഇന്ത്യ. ഡ്യൂപ്പർനിക്സിന്റെ ബുക്ക് ഏതാണ്? പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇന്ത്യയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ളൊരു സ്കീമാണ് അദ്ദേഹത്തിന്റെ ആ ബുക്കിനകത്ത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത് UP കേന്ദ്രീകരിച്ചായിരുന്നു. അപ്പം ഡ്യൂപ്പർനിക്സിന്റെ ഒരു ബുക്കും ആ സമയത്താണ് ഇറങ്ങിയത്. ഇന്ത്യയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ളൊരു ബുക്കാണ് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എഴുതി വച്ചിരിക്കുക. ഇനി നിക്കോൾസൺ റിപ്പോർട്ട്, നിക്കോൾസൺ സമർപ്പിച്ച ഫൈൻഡ് റെയ്ഫിസൺ എന്ന് പറയുന്ന റിപ്പോർട്ട്, ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട്, റൂറൽ അഗ്രികൾച്ചർ ബാങ്ക് രൂപീകരിക്കാനുള്ള അവരുടെ റിപ്പോർട്ട്, എച്ച് ഡ്യൂപ്പർനിക്സ് റിവീലേഷൻ, അദ്ദേഹത്തിന്റെ ബുക്ക് വഴി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, ഇതെല്ലാം കൂടെ ആരെ അട്രാക്ട് ചെയ്തു? അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സണെ അട്രാക്ട് ചെയ്തു. ഹി അപ്പോയിന്റഡ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ എഡ്വേർഡ് ലോ. ഒരു എഡ്വേർഡ് ലോയുടെ അണ്ടറിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. അപ്പം ലോ എന്ന് പറയുന്ന പേര് ഉള്ളതുകൊണ്ടായിരിക്കാം ഫസ്റ്റ് ലോ കമ്മീഷൻ അദ്ദേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരാൻ കേഴ്സൺ ആഗ്രഹിച്ചത്. അപ്പം ഹി അപ്പോയിന്റഡ് എ കമ്മിറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് എഡ്വേർഡ് ലോ വിത്ത് നിക്കോൾസൺ ആൻഡ് ഡ്യൂപ്പർനിക്സ് ആസ് മെമ്പേഴ്സ്. അദ്ദേഹം അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയിൽ 3 മെമ്പറായിരുന്നു. എഡ്വേർഡ് ലോ ചെയർമാൻ, ഡ്യൂപ്പർനിക്സ് ഒരു മെമ്പർ, ഫെഡറിക് നിക്കോൾസൺ വേറൊരു മെമ്പർ. അപ്പം മൊത്തത്തിൽ 3 പേരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ദ കമ്മിറ്റി prepared a draft scheme and the bill was passed on
25/3/1904 അങ്ങനെ അവരുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അനുസരിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരികയാണ്. എന്നാണ്? 1904 മാർച്ച് 25. പല ബുക്കിലും മാർച്ച് 26 എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ PSCയുടെ ആൻസർ 25 ആണ്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആക്ട് 1904 വാസ് പാസ്ഡ്. അപ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് 1904 മാർച്ച് മാസം 25 പാസ്സാക്കിയത്. അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്ത്യൻ ആക്ട് 1904. ഇനിയും 1904 ആക്ട് വാസ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഓഫ് 1896. 1896 ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിന്റെ ബേസിലാണ് ഇവിടെ 1904 ആക്ട് പാസ്സാക്കിയത്. ഫാദർ ഓഫ് ഇന്ത്യൻ കോർപ്പറേഷൻ. ഇന്ത്യൻ കോർപ്പറേഷന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ. ആരാണ്? ഫെഡറിക് നിക്കോൾസൺ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904 അതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയാൻ പറ്റുകയില്ല. നിങ്ങൾ തുടർന്ന് വരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശരിക്കും ശ്രദ്ധിച്ചു പഠിക്കുക. പ്രയോജനമേ നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമമാണ്, കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമാണ് എന്ത്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904. ഇതിനെ വിളിക്കുന്ന പേരാണ് ആക്ട് 10 ഓഫ് 1904. 1904 ആക്ടിന്റെ നമ്പർ എത്രയാണ്? ആക്ട് 10. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. 1904 ആക്ട് വാസ് ബേസ്ഡ് ഓൺ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896. 1896 ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ഒന്നാണ് 1904 ആക്ട്. 29 സെക്ഷൻസ് ഉള്ളി. എത്ര സെക്ഷൻസേ ഉള്ളൂ? 29 സെക്ഷൻസ് മതിയായിരുന്നു അല്ലേ? ഇപ്പോഴെന്തിനാണ് 110 സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? 29 സെക്ഷൻസ് മാത്രമേ അതിനുള്ളായിരുന്നു. 1-2 സെക്ഷൻ പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 1 എക്സ്റ്റെൻഡ്, സെക്ഷൻ 3 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ സൊസൈറ്റി അല്ലെങ്കിൽ ബൈലോ. ഒരു സൊസൈറ്റിയുടെ ബൈലോയെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3. ഇനിയും അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിക്കാം. ഓൺലി 10 persons required to form a society as per the 1904 ആക്ട്. 1904 ആക്ട് അനുസരിച്ച് എത്ര പേര് മതിയായിരുന്നു? 10 മെമ്പർ മതിയായിരുന്നു. 18 വയസ്സ് കഴിഞ്ഞ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റി നമുക്ക് രൂപീകരിക്കായിരുന്നു. The 1904 ആക്ട് വാസ് ഇംപ്ലിമെന്റഡ് വിത്തൗട്ട് ഹാവിംഗ് എനി റൂൾസ്. നമുക്കറിയാം 1969 KCS ആക്ട് പാസ്സാക്കിയെങ്കിലും എന്താണ്? KCS ആക്ടിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിന്റെ റൂൾ എടുത്ത് നോക്കണം. ആ റൂളിനകത്താണ് കൃത്യമായിട്ടും ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 1904 ആക്ടിന് യാതൊരു റൂളുമില്ല, ഓൺലി സെക്ഷൻസ്. ദ കോപ്പറേറ്റീവ് ഐഡിയ ടുക്ക് എ കോൺക്രീറ്റ് ഷേപ്പ് ഇൻ 1904. 1904 ആക്ട് വന്നതിന് ശേഷമാണ് കോർപ്പറേഷൻ എന്ന് പറയുന്നതിന് ഒരു ഐഡിയ, ഒരു സ്ട്രക്ചർ ഉണ്ടായത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ട് വന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതിനൊരു സ്ട്രക്ചർ ഉണ്ടായത്. ഇനിയും 1904 ആക്ടിന്റെ ഫീച്ചേഴ്സ് ആണ് പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരിക്കലും ഈ ഫീച്ചർ കാണാതെ പഠിക്കാനല്ല. ഇതിനകത്ത് എന്താണ് 1904 ആക്ടിന്റെ ഫീച്ചർ ആയതേത്, അല്ലെങ്കിൽ 1904 ആക്ടിന്റെ ഫീച്ചർ അല്ലാത്തതേത് എന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഫസ്റ്റ് ഫീച്ചർ ആണ് മിനിമം 10 പേഴ്സൺ. 10 വ്യക്തികളുണ്ടെങ്കിൽ ഇവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാം. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ റൂറൽ ആൻഡ് അർബൻ. എന്താണ്? റൂറൽ എന്നും അർബൻ എന്നുമുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയത് എവിടെയാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ആണ് 4/5 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് റൂറൽ സൊസൈറ്റി മസ്റ്റ് ബി അഗ്രികൾച്ചറിസ്റ്റ്. എത്ര മെമ്പർ ഉണ്ടോ അതിൽ 4 പേരും ആരായിരിക്കണം? അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. എവിടാണ്? റൂറൽ സൊസൈറ്റിയുടെ കേസിൽ. റൂറൽ സൊസൈറ്റിയുടെ കേസിൽ 4 എന്താണ് ആകെയുള്ള 5/4 ഭാഗം ആരായിരിക്കണം? അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. ചിലപ്പോൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, നമ്മൾ 4/5 എന്നൊക്കെ പഠിച്ചു വിട്ടുപോകും. നമ്മളോട് പെട്ടെന്ന് ചോദിക്കുന്നത് പെർസെന്റേജ് ആയിരിക്കും. അവിടെ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോകരുത്.
80% ആരെന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. ഇനിയും 4/5 മെമ്പർ ഇൻ എ അർബൻ സൊസൈറ്റി നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. അർബൻ സൊസൈറ്റിയുടെ കേസിൽ 4/5 മെമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കണം? നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കണം. അടുത്തത് ലയബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റി. റൂറൽ സൊസൈറ്റിയുടെ ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. ഇനിയും ലയബിലിറ്റി ഓഫ് അർബൻ സൊസൈറ്റി അൺലിമിറ്റഡ് ഓർ ലിമിറ്റഡ് സൊസൈറ്റി. അതിന് എന്താണ് ഇത്ര നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ ലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് അൺലിമിറ്റഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇനിയും റൂറൽ സൊസൈറ്റിക്ക് എന്തില്ല? നോ ഡിവിഡൻഡ്. ഡിവിഡൻഡേ കൊടുക്കത്തില്ല. എന്താണ് ലാഭം ഉണ്ടായിട്ട് വേണ്ടായോ ഡിവിഡൻഡ് കൊടുക്കാൻ? ഒന്നാമതേ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കുകയാണ്. അപ്പൊ പിന്നെ ലാഭമില്ലെങ്കിൽ ഡിവിഡൻഡിന്റെ ആവശ്യമില്ല. അടുത്തത് അർബൻ സൊസൈറ്റി നോട്ട് ലെസ് ദാൻ 1/4 ഓഫ് ദ അല്ലെങ്കിൽ 25% ഷാൽ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. ആകെയുള്ളതിന്റെ എന്താണ് 25% റിസർവ് ഫണ്ടിലേക്ക് മാറ്റുകയും ചെയ്യണം. നമ്മൾ 1904 ആക്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോകുന്നത് കൊണ്ട് പല ആൾക്കാരും സ്കിപ്പ് ചെയ്താണ് വീഡിയോ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ലിത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ പോയിന്റും കൃത്യമായിട്ടും എഴുതി വെച്ച് പഠിക്കുക. കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ എത്തും. ആ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നമുക്ക് ആവശ്യമാണ്. ഇതൊന്നും വെറുതെ ആയിപ്പോയില്ല. ഇതൊന്നും ഒരിക്കലും വെറുതെ ആയിപ്പോയില്ല. നമുക്ക് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതമായിട്ടുള്ള ഒരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ബൈഹർട്ടാക്ക് തന്നെ വേണം. മനസ്സിലാക്കി പഠിക്കുക. അത് മാത്രമേ ഉള്ളൂ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി മേടിച്ചെടുക്കാനുള്ള എളുപ്പവഴി. അപ്പൊ ഇത്രയും നേരം എന്റെ ക്ലാസ് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.